Hello my dear friends, welcome to my YouTube channel Haru and Tanu. ഇന്ന് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചീര മോരുകറിയാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ ടെറസിൽ തന്നെ ചീര ഉണ്ടായിട്ടുണ്ട്. നമുക്കത് ഒന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മോരുകറി തയ്യാറാക്കാം. നമ്മളിപ്പോൾ ചീര പറിച്ചത് ഇതുപോലത്തെ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്ന ചീരയാണ് കേട്ടോ. അമ്മൂമ്മ ഇതുപോലെ ഗ്രോ ബാഗിലാണ് ചീര നട്ടേക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പറിച്ചെടുക്കാനും എളുപ്പമാണ്. ഇത് പുതിന, ഇപ്പം ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ഇവിടെ നിന്ന് പുതിയ ശേഖരങ്ങൾ വന്നിട്ട് നമുക്ക് പിന്നെയും കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ബൊഗെയിൻവില്ല ഉണ്ട്. ഞാൻ അമ്മയുടെ ടെറസ് ഗാർഡൻ കാണിച്ചത്. ഇവിടെ വൈറ്റ് കളർ ബൊഗെയിൻവില്ല ഉണ്ട്. ഇത് കാന്താരി മുളകാണ്. ഒരിക്കൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാന്താരി മുളകൊക്കെ പറിച്ച് തീർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇനി പുതിയതായിട്ട് ഉണ്ടായിട്ട് വേണം. പിന്നെ ടെറസിൽ കോവലുണ്ട്. കോവലും ഇതുപോലെ എല്ലാം പറിച്ചിട്ട് പുതിയത് ഉണ്ടായി വരുന്ന ഒരു സ്റ്റേജിലാണ്. കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു. പുതിയ ശകലങ്ങളൊക്കെ വന്നിട്ട് വേണം കോവയ്ക്ക ഇനി ഉണ്ടാകാനായിട്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ അടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച മുല്ലയാണിത്. ഇത് നല്ല വാസനയുള്ള മുല്ലയാണ്. പക്ഷെ ഇപ്പോൾ ചെറുതായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് ഇതുപോലത്തെ ഒരു ബാഗിൽ ഇതുപോലത്തെ ഒരു പെയിൻറ്റിൻ്റെ ഒരു കണ്ടെയ്നറിലാണ് നട്ടിരിക്കുന്നത്. അതുണ്ട്. ഈ ചട്ടികളൊക്കെ പെയിൻറ്റ് അടിക്കാനായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഈ ചട്ടികളിലൊക്കെ പെയിൻറ്റ് അടിച്ചിട്ട് വേണം ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കാനായിട്ട്. അതുകൊണ്ട് എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് ക്രോട്ടോൺ പ്ലാന്റ് ആണ്. അമ്മയ്ക്ക് ക്രോട്ടൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്രോട്ടോൺ എൻ്റെ ഒരു കുറേ കളക്ഷൻസ് ഉണ്ട് അമ്മയുടെ കയ്യിൽ. ഇത് അഡീനിയം പ്ലാന്റിൽ പൂവുണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് നാൾ മുൻപ് വാങ്ങിച്ച ബൊഗെയിൻവില്ലയാണ്. ഈ ഒരു കളറ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളറല്ലേ. അത് നമ്മൾ വാങ്ങിച്ചതാണ് നഴ്സറിയിൽ നിന്ന്. അതിൽ പൂവുണ്ടായി വരുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളർ ബൊഗെയിൻവില്ല ഉണ്ട്. അമ്മയ്ക്ക് അതുപോലെ ബൊഗെയിൻവില്ലയും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ബൊഗെയിൻവില്ലയുടെ കളക്ഷൻസും കുറച്ചുണ്ട്. ഇതൊരു സ്പെഷ്യൽ പേരയാണ് കേട്ടോ. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൽ ചെറുതാകുമ്പോൾ തന്നെ നിറയെ പേരൊക്കെ ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചട്ടിയിൽ നമ്മൾ നട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇത്ര ആയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സാധാരണ ബൊഗെയിൻവില്ലയാണിത്. അപ്പം ബൊഗെയിൻവില്ല പൂവുണ്ടാകുന്ന സമയമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ടെറസിലുള്ള പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻ. ഇനി നമുക്ക് തിരിച്ച് പോകാം കിച്ചണിലേക്ക്. എന്നിട്ട് നമുക്ക് മോരുകറി ഉണ്ടാക്കാം. ചീര മോരുകറി. ചീര നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു, ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ല
നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വേവിക്കാം അല്ലേ? അടച്ച് വെച്ച് വേവിക്കാം. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ഇവിടെ ചരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നമുക്കിത് മിക്സിയിലേക്ക് മാറ്റാം. നമ്മൾ തേങ്ങ ചരണ്ടിയത് മിക്സിയിലേക്ക് മാറ്റുവാണ്. ജീരകം ചേർക്കണ്ടേ? ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ സാധാരണ ജീരകമാണ് കേട്ടോ, പെരുംജീരകമല്ല, സാധാരണ ജീരകം. കുറച്ച് മോര് ചേർത്തിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. വെള്ളം ചേർക്കണില്ല, മോരാണ് ചേർക്കണത്. ഇനി നമുക്കിത് അരച്ചിട്ട് കാണാം. തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് മോര് ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ അരച്ചെടുത്തേക്കുന്നത്. അധികം പുളിയുള്ള മോരല്ല, ഒരു സാധാരണ പുളിയുള്ള മോരാണ് നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ചീര വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചീര ഇനിയും കൂടെ വേകാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നേരം ഒന്ന് വേവിക്കാം. കുറച്ച് വെള്ളമുണ്ട്, ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്ന്. ചീര വെന്തിട്ടുണ്ട്. നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ മിക്സിയിലേക്ക് 1/2 കപ്പ് മോരും കൂടി ചേർത്തിട്ട് അതും കൂടി നമുക്ക് ചീരയുടെ ഈ ഒരു കൂട്ടിലേക്ക് ചേർക്കാം. ചൂടായാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂടായി കിട്ടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി മോര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര ചേർത്ത് വേണം? മോര് 1/2 ലിറ്റർ മോര് ചേർത്തുണ്ട്. അപ്പോൾ നമ്മുടെ എത്ര ചാറ് വേണം അതനുസരിച്ച് നമുക്ക് മോര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളിയൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചൂടായിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. കടുക് വറക്കാനായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക് എന്നിവ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മോരുകറിയിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചത് ചേർക്കാം. അങ്ങനെ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹലോ എന്താനു, ബൈ.